അസുരവിത്ത് എന്ന നോവലിൻ്റെ 58-ാം ഭാഗമാണ് നിങ്ങൾ ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടങ്ങാതെ ദിവസവും കേൾക്കണ്ടേ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. റിൻസിയുടെ പഠനം മതിയാക്കിയിട്ട് മാസങ്ങളായി. വീട്ടിലാണെങ്കിലും തുറന്ന ജയിലിലേതുപോലെ തന്നെ അവൾ കഴിയുകയാണ്. എങ്കിലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇതുവരെ അവൾ തയ്യാറായിട്ടില്ല. അവളെ പുറത്തേക്ക് എവിടേക്കും കാണാതായതോടെ സോജന് കാര്യം പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഏതാണ്ട് അതിനടുത്ത ദിവസങ്ങളിലാണല്ലോ തന്നെ ജ്വല്ലറിയിൽ നിന്നും പുറത്താക്കിയതും. അതും റിൻസിയെ പുറത്ത് കാണാത്തതും ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നത് മിക്കവാറും അവളെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലാക്കിയിട്ടുണ്ടാവും എന്നാണ്. അവളുമായി ബന്ധപ്പെടാൻ ഒരു തരത്തിലുള്ള സാഹചര്യവും ബാക്കിയുണ്ടാവുകയില്ല. തന്നെ അവരെല്ലാവരും നന്നായി അറിയുന്നതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങോട്ട് പോകാനും കഴിയില്ല. റിൻസിയുടെ തന്നെ കൂട്ടുകാരികളിൽ ആരെങ്കിലും ഒരാളെ കണ്ടുകിട്ടുകയാണെങ്കിൽ അവർ വഴിയായി അവളുടെ ഇപ്പോഴത്തെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കാം. ഏതെങ്കിലും കാരണവശാൽ വീട്ടിൽ നിന്നും ഇറങ്ങി വരാനുള്ള സാഹചര്യമുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്യാം. പക്ഷേ ആരെങ്കിലും ഒരാൾ കൂട്ടുകാരിയാണെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ പോരായിരിക്കും. അങ്ങനെ ഒരാൾ ചെന്നാലും വീട്ടിലുള്ള അക്കാമ്മ ചേട്ടത്തി റിൻസിയെ കാണാൻ സമ്മതിച്ചു കൊള്ളണമെന്നില്ല. നേരത്തെ മുതലേ അവളെ അറിയുന്ന ആളായിരിക്കണം. അവളുടെ വീട്ടുകാരും അറിയണം. ബീനയെ കൊണ്ട് അന്വേഷിപ്പിക്കാം എന്ന് വിചാരിച്ചാൽ അവൾക്കും മിക്കവാറും എല്ലാ വിവരങ്ങളും അറിയാം എന്നതുകൊണ്ട് അവളെയും അങ്ങോട്ട് അടുപ്പിക്കാൻ സാധ്യതയില്ല. ബീന മുഖാന്തരം ഒന്ന് ഫോൺ ചെയ്യാൻ ശ്രമിച്ചതാണ്. എന്നിട്ട് ഫോൺ ചെയ്യുന്നതിൽ തടസ്സമില്ല. പക്ഷേ അവൾ സംസാരിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ അവളുടെ അമ്മയോ സഹോദരനോ നിൽക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ സുഖവിവരങ്ങൾ ചോദിക്കാം എന്നല്ലാതെ ഒരു കാരണവശാലും അവരാരും അറിയരുതാത്ത ഒരു കാര്യം പറയാൻ കഴിയില്ല. അത്രയും കൊണ്ട് സോജൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുകയുമില്ല. ആൻസിയെ കണ്ടു കിട്ടിയിരുന്നെങ്കിൽ കാര്യം വളരെ എളുപ്പമായിരുന്നു. അവളെയാണെങ്കിൽ റിൻസിയുടെ വീട്ടിൽ അക്കാമ്മച്ചേടത്തേക്ക് വളരെ ഇഷ്ടമാണ്, വിശ്വാസവുമാണ്. അവളാണ് അന്വേഷിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നതെങ്കിൽ വീട്ടുകാർക്ക് ഒരു തരത്തിലുള്ള സംശയവും ഉണ്ടാകാനിടയില്ല. എങ്ങനെയെങ്കിലും അവളെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അവൾക്കാകുമ്പോൾ തന്നെയും അറിയാം, താനും റിൻസിയും തമ്മിലുള്ള ബന്ധവും അറിയാം. അതുകൊണ്ട് അവൾക്ക് സഹായിക്കാതിരിക്കാൻ കഴിയില്ല. പിന്നെ എല്ലാം ഭാഗ്യം പോലെ ഇരിക്കും. ആൻസിയുടെ ഒരു സഹോദരൻ മാനന്തവാടിയിൽ തന്നെ ഉണ്ട്, ജോലിയുമായിട്ട്. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ സെയിൽസ്മാനാണവൻ. അവൻ്റെ പേര് കുരുവിള എന്നാണ്. അവനിലൂടെ ആൻസിയിലേക്ക് എത്താം. അവനെ ഒന്ന് പോയി കണ്ട് ആൻസി ഇപ്പോൾ എവിടെ എന്ന് അന്വേഷിക്കണമെന്ന് സോജൻ തീരുമാനിച്ചു. വല്ലപ്പോഴും പോലും റിൻസിയെ കാണാൻ കഴിയാതെ ആയപ്പോഴാണ് സോജന് ശരിക്കും വിഷമം മനസ്സിലായത്. അതിനടുത്ത ഒരു ദിവസം തന്നെ തിരക്കില്ലാത്ത ഒരു സമയത്ത് മുതലാളിയോട് പറഞ്ഞിട്ട് സോജൻ ആ ടെക്സ്റ്റൈൽസിൽ പോയി. ഭാഗ്യത്തിന് കുരുവിളയ്ക്കും വലിയ തിരക്കില്ലാത്ത സമയമായിരുന്നു. അവനോട് ആദ്യം തന്നെ പറഞ്ഞ് പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവൻ ഇങ്ങോട്ട് പറഞ്ഞു. സോജൻ ചേട്ടൻ്റെ കാര്യവും അന്ന് അവളുടെ കൂട്ടുകാരിയെ പുഴയിൽ നിന്ന് രക്ഷിച്ച കാര്യവുമെല്ലാം ആൻസി വീട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആളെ കുരുവിളയ്ക്ക് ഏകദേശം അറിയാമായിരുന്നു. നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല എന്നേ ഉള്ളൂ. സാരമില്ല, ഏതായാലും കാണാൻ കഴിഞ്ഞല്ലോ. അറിയാവുന്നതായതുകൊണ്ട് സോജൻ മടിയില്ലാതെ കാര്യം പറഞ്ഞു തുടങ്ങി. അപ്പോൾ പിന്നെ ഇനി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. എങ്ങനെയുണ്ട് നിൻ്റെ ജോലിയും കാര്യങ്ങളുമെല്ലാം? വീട്ടുകാര്യങ്ങൾ നടന്നു പോകാനുള്ള വക കിട്ടുമോ ഇവിടെ നിന്ന്? അതോ ഇതിലും കൂടുതലുള്ള ഏതെങ്കിലും ജോലി നോക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഞങ്ങളുടെ അവിടെ ഒരു സാഹചര്യം ഒപ്പിച്ചു തരാൻ കഴിയുമോ എന്ന് ഞാൻ നോക്കാം.
ഞാനിപ്പോൾ നിന്നെ കാണാൻ വന്നത് അതിനായിട്ടല്ല കേട്ടോ, വേറൊരു പ്രധാനപ്പെട്ട കാര്യത്തിനാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ അങ്ങനെ ഇറങ്ങേണ്ട ആവശ്യമില്ല. മോശമില്ലാതെ വരുമാനം കിട്ടുന്നുമുണ്ട്. മുതലാളിയാണെങ്കിൽ ഒരു നല്ല മാതിരിയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഇട്ടിട്ട് പോകാൻ തോന്നുന്നില്ല. അങ്ങനെ വേണമെന്ന് ചേട്ടനും പറയും എന്നെനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഇപ്പോൾ വന്ന കാര്യം പറഞ്ഞോ. തിരക്ക് വരുന്നതിന് മുൻപ് നമുക്ക് പറഞ്ഞു തീർക്കാമല്ലോ. ആൻസി ഇപ്പോൾ എവിടെയാണ് പഠിക്കുന്നത്? അവൾ എന്നാണ് വീട്ടിൽ വരുന്നത് എന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അവളെ കണ്ട് ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് നേരിട്ട് പറയുന്നതിനോടാണ് താല്പര്യം. അതുകൊണ്ടാണ് ആൻസി വരുന്ന ദിവസം ഒന്ന് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചത്. അവൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ജ്വല്ലറിയുടെ അവിടെ വരെ വന്നാൽ ഞാൻ അവിടെ നിന്ന് തന്നെ പറയാം. ബസ് സ്റ്റാൻഡിനടുത്ത് ആണല്ലോ അപർണ ജ്വല്ലറി. അവൾ മിക്കവാറും ഈ ശനിയാഴ്ച വരും, അതായത് മറ്റന്നാൾ വരും. അവൾ ഇവിടെ എത്തുന്നത് ഉച്ചയോടുകൂടി ആയിരിക്കും. ആ സമയത്ത് ഞാൻ കാര്യമായ തിരക്കിലായിരിക്കും. അവിടെ വന്ന് ചേട്ടനെ കാണാൻ പറയാം. വിളിക്കുമ്പോൾ എടുക്കുന്നതല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാറില്ല. അവളുടെ പഠന സമയത്ത് വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്നാണ് ഞങ്ങൾ വിചാരിക്കാറ്. ഏതായാലും അന്വേഷിക്കാൻ വന്നത് നല്ല സമയത്തായി. അതുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ തന്നെ കുരുവിള ഒരു കാര്യം ചെയ്യണം. അങ്ങോട്ട് വിളിച്ച് കാര്യം പറയണം. അല്പം അത്യാവശ്യ സ്വഭാവമുള്ളതാണ്, അതുകൊണ്ടാണ്. അലംഭാവം കാണിക്കില്ലല്ലോ. അത് ഞാൻ ഏറ്റു. ഇന്ന് വിളിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വൈകുന്നേരം വിളിച്ച് അവളോട് വിവരം പറഞ്ഞുകൊള്ളാം. സാധാരണ അവൾ വിളിക്കുന്നത് നാളെയാണ്. നാളെ വരെ കാത്തിരുന്നിട്ട് നാളെ പറഞ്ഞാലും പോരെ? മതി, ധാരാളം മതി. എന്നാൽ പിന്നെ നിൻ്റെ തിരക്കിനിടയ്ക്ക് കൂടുതൽ സമയം നിന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അവിടെയും ചിലപ്പോൾ തിരക്കുണ്ടായിരിക്കും. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ തമ്മിൽ വലിയ അകലമില്ല. അതുകൊണ്ട് എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ ഒഴിവു സമയത്ത് അവിടെ വരെ നടക്കുകയോ ആരെയെങ്കിലും വിവരമറിയിക്കുകയോ ചെയ്താൽ മതി. ഞാൻ വന്നുകൊള്ളാം. സോജൻ കണക്ക് കൂട്ടിയതുപോലെ തന്നെ വെള്ളിയാഴ്ച വൈകുന്നേരം കുരുവിളയിൽ നിന്നും വിവരം കിട്ടി. ആൻസിയെ വിളിച്ചു വിവരം പറഞ്ഞിട്ടുണ്ട്. ശനിയാഴ്ച ഉച്ചയാകുമ്പോൾ അവൾ മാനന്തവാടി ബസ് സ്റ്റാൻഡിൽ വരും. അതായത് 2 മണിക്ക് ഇവിടെ വരുന്ന ബസ്സിന്. ആ സമയമാകുമ്പോഴേക്കും ചേട്ടന് വലിയ തിരക്കൊന്നുമില്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുക. അതല്ലെങ്കിൽ പിന്നെ അവൾ നേരിട്ട് ജ്വല്ലറിയിലേക്ക് വന്നുകൊള്ളും. ഏതാണ് പറ്റുന്ന സാഹചര്യമെന്നാൽ അതനുസരിച്ച് ചെയ്താൽ മതി. ഏതായാലും താൻ ഉദ്ദേശിച്ച പദ്ധതിയുടെ പകുതി ഭാഗം തടസ്സമില്ലാതെ നീങ്ങിക്കിട്ടിയല്ലോ. അതിലാണ് സോജന് കൂടുതൽ സന്തോഷമുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ആൻസിയെ വിളിക്കാൻ കഴിയുന്ന നമ്പർ വാങ്ങണം. ഈ ഒരു പ്രാവശ്യമല്ലാതെ ചിലപ്പോൾ ഒരു തവണ കൂടി അവളെ കൊണ്ട് ആവശ്യം വരാം. അപ്പോഴും താൻ കുരുവിളയുടെ അടുത്തേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. ശനിയാഴ്ചകളിൽ കടകളിൽ പൊതുവെ തിരക്ക് കൂടിയ ദിവസമായിരിക്കും. അങ്ങനെയുള്ള ഒരു സാഹചര്യം മുന്നിൽ കണ്ട് സോജൻ മുതലാളിയോട് ഇക്കാര്യം ചെറുതായി ഒന്ന് സൂചിപ്പിച്ചു. എന്നെ കാണാൻ അത്യാവശ്യമായ ഒരാൾ ഉച്ചയ്ക്ക് 2 മണിക്ക് വരുന്ന ബസ്സിന് മാനന്തവാടി ബസ് സ്റ്റാൻഡിൽ വരും. കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിക്കൊടുത്ത് അടുത്ത ബസ്സിന് കയറ്റി വിടുന്ന അത്രയും സമയം എനിക്ക് കടയിൽ നിന്നും ഒഴിവു തരണം. സോജൻ പൊയ്ക്കോ, ഞാൻ അത്രയും സമയം ഇവിടെ നിന്നാൽ മതിയല്ലോ. അല്ലെങ്കിൽ തന്നെ ഞാനും മുഴുവൻ സമയവും ഇവിടെ ഉള്ളതല്ലേ. നീ ധൈര്യമായിട്ട് പൊയ്ക്കോടാ. നിനക്കെന്ത് സഹായം വേണമെങ്കിലും ചോദിച്ചാൽ മതിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് വെറും വാക്കല്ല, അത് തെറ്റിക്കാനുള്ളതുമല്ല. അതുകൊണ്ട് നീ ഒന്നും വിഷമിക്കേണ്ട. കൃത്യസമയത്ത് അവരെ കാത്തു നിർത്താതെ പൊയ്ക്കോളൂ. കരുതിയിരുന്നതുപോലെ തന്നെ ഉച്ചയ്ക്ക് 2 മണിയുടെ ബസ്സിന് ആൻസി അവിടെ വന്നിറങ്ങി. അവളെ കണ്ടിട്ട് 2 വർഷത്തോളമായിരുന്നു. ആൾക്ക് നല്ല മാറ്റമുണ്ട്. പെട്ടെന്ന് മനസ്സിലാവില്ല. നേരത്തെ ആ കൊലുന്തു പെണ്ണിപ്പോൾ കുറച്ച് തടി വച്ചിരിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ അല്പം തിരക്കിനിടയിൽ നിന്നുമാണെങ്കിൽ കണ്ട് മനസ്സിലാവില്ലായിരുന്നു. പിന്നെ ഒരു മെച്ചമുണ്ട് കേട്ടോ. അവൾക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട് താൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ബസ്സിൽ നിന്നിറങ്ങി ചിരിച്ചുകൊണ്ട്
തൻ്റെ നേരെ വരുന്ന ആളുടെ മുഖം സൂക്ഷിച്ചു നോക്കിയപ്പോഴേ ആൻസിയെ മനസ്സിലായി. താൻ ആകെ മാറിപ്പോയി. തന്നെ മനസ്സിലാക്കാൻ ഒരല്പം ബുദ്ധിമുട്ടിയേനെ. നേരത്തെ വിവരം അറിഞ്ഞതുകൊണ്ട് എളുപ്പത്തിൽ സാധിച്ചു എന്നേ ഉള്ളൂ. ന്യായമൊക്കെ പിന്നെ പറയാം. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. എനിക്ക് ഭക്ഷണം വാങ്ങി തരണം. അതിനിടയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയുകയും ചെയ്തു. അല്ലാതെ വിശന്ന് പൊരിഞ്ഞിപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ കേൾക്കാനൊന്നും എനിക്ക് പറ്റില്ല. നല്ല വിശപ്പുള്ളതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ഒരുമിച്ച് നേരത്തെ പോയി കഴിച്ചിട്ടുള്ള ഹോട്ടലിൽ നിന്ന് മതിയോ, അതോ മറ്റെവിടെയെങ്കിലും പോകണമോ? അന്ന് പോയതാണെങ്കിൽ ഇവിടെ അടുത്ത് തന്നെയാണ്. അല്ലാതെ എങ്കിൽ കുറച്ച് നടക്കേണ്ടി വരും. അന്ന് പോയത് തന്നെ മതി. എത്രയും പെട്ടെന്ന് കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. വിശന്നിട്ട് കുടല് കരിഞ്ഞ് മണം പുറത്തേക്ക് വരുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ചേട്ടൻ അത്ര ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പിടികിട്ടാത്തത്. ശരിയാ, എന്തോ ഒരു പേട്ടുനാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഏതായാലും അല്പം അകന്ന് നടന്നാൽ മതി കേട്ടോ. ചേട്ടൻ്റെ കളിയാക്കൽ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല. അന്നും എന്നെ കളിയാക്കുമായിരുന്നു, ഇപ്പോഴും എന്നെ കളിയാക്കുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞതാ. ഒരു മാറ്റവും വരരുത് എന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ, പ്രത്യേകിച്ചും സ്വഭാവത്തിൽ. ഒരാളെ നേരത്തെ പരിചയപ്പെട്ടപ്പോൾ അയാളോട് ഇടപെട്ടതുപോലെ ആകണം എന്നും. എപ്പോൾ കാണുമ്പോൾ ഇടപെടുന്നതും അതുപോലെ തന്നെ ആകണം എന്നതാണ് എൻ്റെ ആഗ്രഹം. പരമാവധി ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. അപ്പോഴേക്കും അവർ ഹോട്ടലിനുള്ളിൽ എത്തി. ഫാമിലി റൂം ഒഴിവായിരുന്നു. അതുകൊണ്ട് അവർ അതിനുള്ളിലേക്ക് കയറി. സോജൻ ഭക്ഷണം കഴിച്ചതായിരുന്നു. ഒരാൾക്ക് വേണ്ടി മാത്രമുള്ള ഊൺ ഓർഡർ ചെയ്തു. അവൾ അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ റിൻസിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും അറിഞ്ഞത്രയും വിവരങ്ങളും അവളുടെ പഠനം നിർത്തിയതുമായ എല്ലാ കാര്യങ്ങളും സോജൻ ആൻസിയോട് പറഞ്ഞു. അവൾ ഒരു പാവമാണ്. എന്തിനാണാവോ അതിനെ ഇങ്ങനെയിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? എന്തായാലും കഷ്ടമാണ് കേട്ടോ. ചേട്ടനോടുള്ള സ്നേഹം മാത്രമാണ് അവളുടെ ജീവിതം. അതുകൂടി ഇല്ലാതെയായാൽ അവളെ സംബന്ധിച്ചിടത്തോളം അവൾ മുന്നോട്ട് ജീവിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയൊക്കെ പറഞ്ഞാലും ഇതിൽ എൻ്റെ റോൾ എന്താണെന്ന് പറഞ്ഞില്ല. ആൻസിയെയാകുമ്പോൾ അക്കാമ്മ ചേട്ടത്തി നന്നായി അറിയുന്നതല്ലേ. ആൻസിക്ക് പോയി റിൻസിയെ കാണാൻ കഴിയും. വിവരങ്ങൾ അറിയുകയും ചെയ്യാം. ഏതായാലും ഇപ്പോൾ വിവരങ്ങൾ അറിഞ്ഞു വാ. അത് കഴിഞ്ഞ് കഴിയുമെങ്കിൽ ഒരു തവണ കൂടി ഞങ്ങളെ സഹായിക്കണം. ഇനി അടുത്ത തവണ വരുമ്പോഴേക്കും 1-2 മാസങ്ങൾ കഴിയും. പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ അങ്ങ് പറഞ്ഞാൽ പോരെ? അതായിരിക്കും കൂടുതൽ നല്ലത്. അത്രയും കാലത്തിനുള്ളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുമെന്ന് ആർക്കറിയാം? ആൻസി പറഞ്ഞതും ശരിയാണ്. സോജൻ അല്പസമയം ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞു. ആൻസി അറിയുന്ന വിവരങ്ങൾ എന്നോട് വിളിച്ചു പറയുക. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞ് ഒരു ദിവസം അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ചെല്ലും. ആ ദിവസം മുൻപേ വിളിച്ച് വിവരം പറയണം. ഞാൻ വാഹനവുമായി ചെല്ലുമ്പോൾ അവൾ അതിലേക്ക് വന്ന് കയറിയാൽ മാത്രം മതി. അവിടെ നിന്നും ഒന്നും എടുക്കുകയും വേണ്ട. ആരോടും പറയാനും നിൽക്കണമെന്നില്ല. പറയണമെങ്കിൽ അതൊക്കെ അവളുടെ താല്പര്യം. ഏതായാലും വാഹനവും വിളിച്ച് ചെന്നാൽ വെറുതെ പോരാൻ കഴിയില്ല. അതാണ്. ഇത് കുറച്ച് കടുപ്പമുള്ള കാര്യമാണ്. അതിനനുസരിച്ച് ഫീസ് തരേണ്ടി വരും. സാധാരണ പോലെ ഒരു ചോറ് വാങ്ങിച്ച് തന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത് ന്യായമല്ല. പറഞ്ഞാൽ പോലും സാധാരണഗതിയിൽ യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല. പിന്നെ ചേട്ടനോടായതുകൊണ്ട് എതിര് പറയുന്നുമില്ല. ഞാനൊന്ന് പരിശ്രമിച്ച് നോക്കട്ടെ, എന്നിട്ട് വിളിക്കാം. പരസ്പരം വിളിക്കാൻ കഴിയുന്ന നമ്പറുകൾ കൈമാറി അവർ അവിടെ നിന്നും പിരിഞ്ഞു. വല്ലതും നടക്കുമോ? കണ്ടറിയാം. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി താഴെ രേഖപ്പെടുത്തണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും ഓർത്തേക്കണേ. കഥയുടെ ഓരോ ഭാഗങ്ങൾ അവരും കൂടി കേൾക്കട്ടെ എന്ന്. അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും
നല്ലത് വരാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഓക്കേ.